കണ്ട് ഈ ഫ്രണ്ട് വീല് തീരണില്ല കണ്ടോ ബാക്ക് വീലൊക്കെ തിരിയുണ്ട് നന്നായിട്ട്. നമുക്കൊന്ന് ഇത് അഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് റോക്ക് റോളറിന്റെ. ഗൈസ് ഇതിന്റെ മോട്ടോർ കേടായിട്ടുണ്ട്, അത് അതിനെ മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മോട്ടോർ കളക്ഷൻസ്. ഇതിന് പറ്റിയ മോട്ടോർ ഉണ്ടോ നോക്കട്ടെ. ഗൈസ് ഈ മോട്ടോർ ശരിയാക്കാൻ ഒരാളിനും വേണം ഹെൽപ്പ് ചെയ്യാൻ. ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടർ ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്, അഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ മോട്ടോറിൻ്റെ ഉള്ളിലത്തെ ബ്രഷ് കത്തിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ തേഞ്ഞ് പോണതാണ്, ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ സെയിം മോട്ടർ കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു മോട്ടർ നമ്മൾ ലോക്കൽ മേടിച്ച മോട്ടറുണ്ട്, അതിൻ്റെ ആയിക്കട്ടെ. അതിൻ്റെ ഈ ബ്രഷ് മാത്രം നമുക്ക് ഊരിയെടുത്തിട്ട് അതിൽ പിടിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതിൻ്റെ ബ്രഷ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, മോട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. നിർവാദമൊന്ന് ചെക്ക് ചെയ്തേ.
ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. 4 വീലും തിരിയുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ മോട്ടർ മാറ്റിയ പാർട്സ് അതൊക്കെയാണ്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ വില കുറവിൻ്റെ മോട്ടർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ പാർട്ട് മാത്രം, ഇതാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന ഭാഗം. ഇത് മാത്രം ഒരു രീതിയിൽ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ മോട്ടർ തന്നെ റിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. ടാറ്റാ.